പുസ്തകം 7. The plagues begin. അവിടെ നമുക്കറിയാം ബാധകൾ അവിടെ ആരംഭിക്കുന്നു. Now, the first plague is the plague of blood. നമുക്കറിയാം ആദ്യം അവിടെ രക്തത്തിന്റെ ആ ഒരു ബാധ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. Pharaoh's magicians, they were able to perform magic and imitate the miracle. നമുക്കറിയാം അവിടെ റിവറിൽ ഫറവോന്റെ മജീഷ്യന്മാരും മന്ത്രവാദികളും അപ്രകാരം തന്നെ ചെയ്യുന്നതായി നമുക്ക് കാണുന്നു. The second plague was the plague of frogs. നമുക്ക് മൂന്നാമത്തേത് നമുക്ക് കാണാം അവിടെ തവളകൾ നിറയുന്നതായിട്ടാണ് മിസ്രൈമിൽ കാണുന്നത്. And it's a little bit funny. അത് ഭയങ്കര തമാശയുള്ള കാര്യവും കൂടിയാണ്. Because it says frogs were everywhere. നമുക്കറിയാം അവിടെ കാണുന്നത് തവളകൾ എല്ലാ സ്ഥലങ്ങളിലും പെറ്റുപെരുകുന്നു. Think about it. ഒന്ന് ചിന്തിച്ചേ നിങ്ങളൊന്ന്. Frogs jumping in your bed. നിങ്ങളുടെ കിടക്കയിലേക്ക് തവളകൾ ചാടുന്നു. Frogs jumping in your kitchen. You are trying to cook food and the frog jumps into the soup. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭക്ഷണത്തിലേക്ക് ഒരു തവള ചാടുന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. You are in the bathroom trying to go to the bathroom and the frog is jumping around you while you are in the bathroom. നിങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ കുളിക്കുന്ന കുളിസ്ഥലത്ത് ഒത്തിരി തവളകൾ നിറയുന്നു. നിങ്ങൾക്ക് കുളിക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. Frogs everywhere. എല്ലായിടത്തും തവളകൾ. But the Egyptian magicians were able to imitate that miracle also. പക്ഷേ അപ്പോഴും മിസ്രൈമിലായിരിക്കുന്ന ആ മജീഷ്യന്മാരും അല്ലെങ്കിൽ മന്ത്രവാദികൾക്കും അത് ചെയ്യാൻ സാധിച്ചു. The third plague is the plague of gnats. This is in I don't know. This is in chapter 8 verse 16. അത് 16 അതിന്റെ 8:16 പറയുന്നത് പിന്നെ പേനിന്റെ ബാധയാണ് ഉണ്ടായത്. Okay. This time the magicians could not imitate the miracle. എന്നാൽ ഇപ്രാവശ്യം മുതൽ അല്ലെങ്കിൽ ഇപ്രാവശ്യം അവിടുത്തെ മന്ത്രവാദികൾക്ക് അപ്രകാരം ചെയ്യുവാൻ സാധിച്ചില്ലെന്നാണ് വചനം കാണിക്കുന്നത്. Now in Egypt they worshipped the Nile River. നമുക്കറിയാം മിസ്രൈമിൽ അവർ ആരാധിക്കുന്നത് നൈൽ നദി അവർ ആരാധിക്കുന്നുണ്ട്. Egypt is a desert nation. നമുക്കറിയാം അതൊരു മരുഭൂമി പ്രദേശമാണ് മിസ്രൈം. They don't get rainfall. അവർക്ക് മഴവെള്ളം അധികം കിട്ടില്ല. Most of the country they cannot farm. കാരണം അവിടെ ഒന്നും കൃഷി ചെയ്യാൻ സാധ്യമല്ല. But beside the Nile River they had abundant water from the river. എന്നാൽ ആ നൈൽ നദീ തീരത്തിന്റെ എല്ലാ തീരഭാഗങ്ങളിലേക്കും അവർക്ക് വെള്ളം കിട്ടും. അവർക്ക് നന്നായിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലമാണത്. Upriver, upstream, the water would flow out and flood the Nile River as it came down. അവിടുന്ന് ഉറവയിൽ നിന്ന് അതുപോലെ വെള്ളം പൊങ്ങിക്കൊണ്ട് അതിന്റെ നദീതീരമൊക്കെയും നനയ്ക്കുവാൻ തക്കവണ്ണമുള്ള വെള്ളം നൈൽ നദിയിൽ നിന്ന് അവർക്ക് ലഭിക്കും. Every year the river would overflow its bank. അത് എല്ലാ വർഷങ്ങളിലും ആ നദി അത് കവിഞ്ഞൊഴുകുമെന്നാണ് വചനം പറയുന്നത്. And then the water would settle down into the sand on the might be 5 miles wide over the river valley. അവിടെ ഏകദേശം 5 മൈലോളം അതിന്റെ തീരപ്രദേശങ്ങളിലേക്ക് ഈ വെള്ളം കയറി പിന്നെ പതുക്കെ താഴാൻ തുടങ്ങും. And the people would plant all their crops in the freshly watered sand. അവിടെ ആ സാൻഡിൽ അല്ലെങ്കിൽ മണൽ തീരത്ത് അവിടുത്തെ ആളുകൾ കൃഷി ചെയ്യുന്ന ആ സീഡുകൾ അല്ലെങ്കിൽ വിത്തുകൾ അവർ കുഴിച്ചിട്ടതുകൊണ്ട് and then they had to wait while this crop would grow. അങ്ങനെ വെള്ളം കിട്ടുന്നതുകൊണ്ട് അവർക്ക് അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരു ഫലം ലഭിക്കുവാൻ തക്കവണ്ണം അവർ കാത്തിരിക്കുന്നു. And they could do nothing, they just had to wait for it to grow. അതിനെ വേറെ ഒന്നും കൃഷി ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. അത് മുളച്ചു വരുന്നതുവരെ അല്ലെങ്കിൽ അതിൽ നിന്ന് ഫലം ലഭിക്കുന്നവരെ അവർക്ക് കാത്തിരിക്കാൻ നിവൃത്തിയുള്ളൂ. And the Egyptian government, ഈജിപ്ഷ്യൻ സർക്കാർ, they would, instead of making the people pay money as tax, the people had to pay labor as tax. അവിടെ അവരിൽ നിന്നും മിസ്രൈം ഗവൺമെന്റ് മേടിക്കുന്നത് പൈസയായിട്ട് ടാക്സ് മേടിക്കുന്നില്ല, മറിച്ച് അവരുടെ അധ്വാനത്തെ അവർ ടാക്സ് ആയിട്ട് എടുക്കുകയാണ്. So the people had to go and work on the pyramids, everything you see from the Egyptian monuments that were built, the pyramids, for example. അവിടുത്തെ ആളുകളെ കൊണ്ട് പൈസയല്ല അവർ മേടിക്കുന്നത്, അവരെ കൊണ്ട് ഈ ഓരോരോ സ്മാരകങ്ങൾ പണിയിപ്പിക്കുകയാണ്. ഈജിപ്ഷ്യൻ പിരമിഡ് പോലുള്ള സാധനങ്ങളെ സർക്കാരുകൾ അവരെ അടിമ പോലെ അവരെ കൊണ്ട് പണിയിപ്പിക്കുന്നു. They had huge workforce. അവർക്ക് വലിയൊരു വർക്ക് ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ജോലിയുള്ള ആളുകളുണ്ട്. All the citizenship is working on these during the time when they are waiting for the crops to come up. ഇട്ടിരിക്കുന്ന കൃഷി വലുതാകുന്നത് വരെ, അതിൽ നിന്ന് ഫലം ലഭിക്കുന്നവരെ ഇവരെ കൊണ്ട് ഇങ്ങനെയുള്ള മോണുമെന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്മാരകങ്ങൾ അവർ പണിയിപ്പിക്കുന്നു. They worship the river.
അവർ നൈൽ നദിയെ ആരാധിക്കുന്നവരാണ്. because it was a source of life to them. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം ലഭിക്കണമെങ്കിൽ ഈ നദിയിൽ നിന്നുള്ള വെള്ളം മുഖാന്തരമേ അവർക്ക് കൃഷി ലഭിക്കുകയുള്ളൂ. They also had a god who had the look of a frog. അവർക്ക് അതുപോലെ തന്നെ തവളയുടെ മുഖമുള്ള ഒരു ആരാധിക്കുന്ന ഒരു ദേവതയുണ്ട്. And you may say, nobody is going to worship a frog. നമുക്ക് ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും തവളേനെ ആരാണ് ആരാധിക്കുക? Well, you know, here in this country some people worship a god with a head like an elephant. ഇവിടെ നമുക്കറിയില്ലേ, നമ്മളായിരിക്കുന്ന ഈ രാജ്യത്ത് തന്നെ ആനയുടെ മുഖമുള്ളതിനെയൊക്കെ ആരാധിക്കുന്ന ആളുകളല്ലേ കേരളത്തിലും. So there are people who will worship some really strange things. അതുകൊണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടണ്ട, നിങ്ങൾ അതിൽ അത്ഭുതപ്പെടണ്ട. അവിടെയും ഇതുപോലെ തവളയുടെ മുഖമുള്ളതിനെയും ആരാധിക്കുന്നവരുണ്ട്. The Egyptians also worshipped the sun. അതുപോലെ തന്നെ മിസ്രൈമുകാർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് സൂര്യനെ ആരാധിക്കാറുണ്ട്. Now as these plagues go along, as these plagues happen, ഇങ്ങനെ ബാധകൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ God shows that he is greater than the Egyptian gods. ദൈവം അവരോട് കാണിക്കുന്നു, ഈ ഈജിപ്തിലുള്ള എല്ലാറ്റിനേക്കാൾ വലിയ ദൈവം ഞാനെന്ന് അവൻ തന്നെ അവർക്ക് കാണിക്കുകയാണ്. But what I want to show you today, because the Egyptian magicians were able to imitate some plague but not others. നമുക്ക് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്, മിസ്രൈമിലുള്ള മന്ത്രവാദികൾക്ക് ചില മന്ത്രവാദങ്ങൾ ചെയ്യാൻ സാധിച്ചു, എന്നാൽ മോശ ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. You see that there is a counterfeit money, okay? Some people try to print fake money. നമുക്കറിയാം കള്ളനോട്ട് അടിക്കുന്നവരുണ്ട്. നമ്മുടെ മീൻസ് പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പണത്തിന് പകരം ബദലായിട്ട് കള്ളനോട്ട് അടിക്കുന്നവരുണ്ട്. And India has had some of these problems. India has had some of these problems just like USA have. അവിടെ യുഎസിലുള്ള പോലെ തന്നെ പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലും ഇങ്ങനെ അടിക്കുന്ന ആളുകളുണ്ട്. And so that's why your government tried to change the money so that the people could not print the fake money. അതുകൊണ്ടാണ് ഗവൺമെന്റ് അതിനെതിരെ സീരിയസ് ആയ അല്ലെങ്കിൽ വളരെ അതിശക്തമായ നടപടികൾ എടുക്കുന്നത്. കാരണം ആരും ഒറിജിനലിനെ പോലെ വേറൊന്ന് ഇമിറ്റേറ്റ് ചെയ്യരുത്, അതിനെ അനുകരിക്കരുതെന്ന് അവർ പറയുന്നത്. But here is the central point. എന്നാൽ യുഎസിൽ അതിനു വേണ്ടി ഒരു പോയിന്റ് തന്നെ, സെൻട്രൽ പോയിന്റ് ഉണ്ട്. When there is a counterfeit or a fake, it means that the person who produces the fake is imitating something which is real. അവിടെ യുഎസിൽ പറയുന്നത്, അങ്ങനെ ആരെങ്കിലും ഒറിജിനലിനെ അനുകരിക്കുന്നുവെങ്കിൽ, സത്യമായതിനെ അല്ലെങ്കിൽ ശരിയായതിനെ ഒറിജിനലായതിനെ അനുകരിക്കുന്നുവെങ്കിൽ അവരെ കുറിച്ച് പറയുന്നത് ഇവൻ എന്തോ തെറ്റ് ചെയ്യുന്നു, ഒറിജിനലിനെ കണ്ടുകൊണ്ട് തെറ്റായ ഒരു കാര്യം അതുപോലെ ചെയ്യുന്നു. You don't fake something which is not real. There is no reason to fake a fake. അവിടെ ഇല്ലാത്തൊരു സാധനമാണ് അവരുണ്ടാക്കുന്നതെങ്കിൽ അവർക്ക് പ്രശ്നമില്ല, കാരണം ആ സാധനമില്ല, അവർ വേറെന്തോ തെറ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഉള്ള ഒരു കാര്യമാണ്, അതിനെ പോലെ തന്നെ മറ്റൊരുതിനെ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. The purpose of a fake is to imitate something that is real. ഇവിടെ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായി അവർ എടുക്കുന്നത് എന്താണോ സത്യമായി നിൽക്കുന്നത്, എന്താണോ ശരിയായി നിൽക്കുന്നത്, അതിനെ പോലെ മറ്റൊന്നിനെ അവർ നിർമ്മിക്കുന്നു. These magicians do that. അവർക്ക് ഈ മന്ത്രവാദികൾ ചെയ്യുന്നത്. And today there are some people also who imitate real spiritual gifts. എങ്ങനെയാണോ മന്ത്രവാദികൾ എന്താണോ അവിടെ നിൽക്കുന്നത് അത് അവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് പോലെ ഇന്നും എന്താണോ ശരിയായി നിൽക്കുന്നത് അതിന്റെ ഒത്തിരി പകർപ്പുകൾ ചെയ്യുവാൻ, ഒത്തിരി തെറ്റായ പകർപ്പുകൾ ചെയ്യുവാൻ ഇന്ന് ഒരുപാട് പേരുണ്ട്. But when you see the imitation, you should not become discouraged. You should not lose heart. You should not become discouraged. ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ കള്ളത്തരങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒറിജിനലിനെ തെറ്റായി പറയുന്ന, തെറ്റായി വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ തെറ്റായി കരുതുന്ന, തെറ്റായി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടല്ലേ. Don't say, oh, this is fake. How will I know what is real? അപ്പോൾ നിങ്ങൾ കരഞ്ഞു പറയല്ലേ, അയ്യോ ഇത് തെറ്റാണല്ലോ, എനിക്ക് സത്യത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? Everything is fake. എല്ലാം തെറ്റായി എന്ന് നിങ്ങൾ അതിനെ കുറിച്ച് നിരാശപ്പെടല്ലേ. No. അങ്ങനെയല്ല. The reason they have a fake is because there is the real. കാരണം അവർ നിങ്ങളെ തെറ്റ് കാണിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ തെറ്റായ സാധനങ്ങൾ അവർ ഉണ്ടാക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ശരിയായ എന്തോ അവർ കണ്ടിട്ടുണ്ട്, ശരിയായ ഒന്നിനെ പകർപ്പാണ് അവർ ഉണ്ടാക്കുന്നത്. When my grandpa was a missionary in India, ഇവിടെ ഇന്ത്യയിലേക്ക് എന്റെ മുത്തശ്ശൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഇവിടേക്ക് മിഷണറിയായി വന്നപ്പോൾ,
one of the Indian ministers was unhappy with him. ഇവിടുത്തെ ഒരു ശുശ്രൂഷകൻ, ഇന്ത്യയിലിരിക്കുന്ന ഒരു ശുശ്രൂഷകൻ അദ്ദേഹത്തിനോട് ഇഷ്ടമില്ലായിരുന്നു. There was a church service. അവിടെ ഒരു ശുശ്രൂഷ നടക്കുകയായിരുന്നു. And somebody gave message in tongues. അവിടെ ഒരാൾ അന്യഭാഷയിൽ സന്ദേശങ്ങൾ കൊടുക്കുന്നു. And then this man who was unhappy with my grandpa. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ വ്യക്തി എന്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് സ്വരച്ചേർച്ചയില്ലായിരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് ഇഷ്ടമല്ലായിരുന്നു. He gave interpretation into Malayalam. അദ്ദേഹം അതിന് മലയാളത്തിൽ മറ്റൊരു ഇങ്ങനൊരു വ്യാഖ്യാനമാണ് കൊടുത്തത്. And my grandpa, he felt something is wrong. I do not know what is wrong. അപ്പോൾ എന്റെ ഗ്രാൻഡ് ഫാദർക്ക് അത് തെറ്റായ വ്യാഖ്യാനമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ പറയുന്നത് ശരിയല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. So he asked the translator, "Can you please write in English what that translation in Malayalam said?" ആ സമയത്ത് എന്റെ ഗ്രാൻഡ് ഫാദർ ചോദിച്ചു, നീ ഇപ്പോൾ പരിഭാഷപ്പെടുത്തുന്ന കാര്യം എനിക്കൊന്ന് ഇംഗ്ലീഷിൽ എഴുതി തരാമോ? നീ പറയുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് ഇംഗ്ലീഷിൽ എഴുതി തരാമോ? So they wrote out the translation of that interpretation. അപ്പോൾ ആ അന്യഭാഷകളുടെ വ്യാഖ്യാനത്തെ ഇദ്ദേഹം എനിക്ക് ഇംഗ്ലീഷിൽ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ഇദ്ദേഹം എനിക്ക് എഴുതി തന്നു. And it started this way. അത് ഇങ്ങനെയാണ്: "Oh merciless missionary." ഓ കരുണയില്ലാത്ത മിഷണറി. So that was there was this message. അതിൽ ഇങ്ങനെയായിരുന്നു ആ സന്ദേശം ഉണ്ടായിരുന്നത്. And this particular man, he wanted financial aid. He wanted financial assistance. അദ്ദേഹത്തിന് അവിടെ സപ്പോർട്ട് ആവശ്യമായിരുന്നു, സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ആ മിനിസ്റ്റർക്ക്. And he was not given that. അദ്ദേഹത്തിന് അത് ലഭിച്ചില്ല എന്ന കാരണത്താൽ Some ministers were given that, but he was not given that. പക്ഷേ ചില ആളുകൾക്ക് ലഭിച്ചു, ചില ശുശ്രൂഷകർക്ക് പൈസ കൊടുത്തു. എന്നാൽ ഈ പറഞ്ഞ പ്രത്യേക ഞാൻ എടുത്തു പറഞ്ഞ ആ വ്യക്തിക്ക് പൈസ ലഭിച്ചില്ല. That's what he was unhappy about. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ കോപം അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. So when the church service, somebody gave message in tongues. അതുകൊണ്ട് ആ ശുശ്രൂഷയിൽ ആരോ ഒരാൾ ടങ്സിലൂടെ അല്ലെങ്കിൽ അന്യഭാഷയിലൂടെ വ്യാഖ്യാനം കൊടുത്തപ്പോൾ he took advantage of that situation. അതിന്റെ ഇന്റർപ്രിട്ടേഷന് വേണ്ടി ഇദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം അതിനെ ഉപയോഗിച്ചു. അത് എങ്ങനെ താൽക്കാലികമായി തന്റെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് അദ്ദേഹം എടുത്തു. To give his own thoughts as if they were the interpretation of the tongues message. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ തക്കവണ്ണം തനിക്ക് പൈസ ലഭിക്കാത്തതുകൊണ്ട് മറ്റൊരു വ്യക്തിയോടുള്ള ദേഷ്യം കൊണ്ട് അത് ഇങ്ങനെയാണെന്ന് അദ്ദേഹം വരുത്തി തീർത്തു. Now that's a fake interpretation. അത് തെറ്റായ ഒരു ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ വ്യാഖ്യാനമായിരുന്നു. But you see, the reason he's faking it is because there is such a thing as a real interpretation of tongues. കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹം തെറ്റായി അതെടുത്തത്? കാരണം ശരിയായ എന്തോ അവിടെ ഉണ്ട്. ആ ശരിയായതിനെ കാണിക്കാതെ അദ്ദേഹം അത് തെറ്റായത് നിങ്ങളോട് പറഞ്ഞു. He's not going to fake it if the real thing doesn't exist. ഇവിടെ ശരിയായ ഒരു കാര്യം ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തെറ്റായ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു. We don't imitate something that doesn't exist. ഒന്ന് ഇല്ലെങ്കിൽ, ഒന്ന് ശരിയായ ഒന്ന് ഇല്ലെങ്കിൽ ആർക്കും അതിന്റെ പകർപ്പ് എടുക്കാൻ സാധ്യമല്ല. We only imitate what is real. എന്താണോ ശരിയായ ഒന്നുള്ളത് അതിനെ മാത്രമേ ഒരാൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അനുകരിക്കാൻ പറ്റുള്ളൂ. His fake is wrong, of course. ഉറപ്പായിട്ടും അദ്ദേഹം പറയുന്ന വാക്കുകൾ തെറ്റന്നെയായിരുന്നു. But the fact that he faked it means that there is a real interpretation of tongues also. അപ്പോ ആ ടങ്സിന് ശരിയായ വ്യാഖ്യാനം ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. So if you ever see a situation where there is an imitation miracle, a miracle which is not real but they try to pretend it, a miracle or message or something which is fake, imitation, counterfeit. നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റായ അല്ലെങ്കിൽ ശരിയല്ലാത്ത ഒരു അത്ഭുതം അല്ലെങ്കിൽ ശരിയല്ലാത്ത ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ കാണുമ്പോൾ, so if you experience that, if you see it, നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു അനുഭവം കടന്നു പോയിട്ടുണ്ടെങ്കിൽ, don't be discouraged and say, oh, everything is fake. That's not true. അത് കണ്ടുകൊണ്ട് ഇതാണ് അനുഭവം, ഇതാണ് എല്ലാവരും തെറ്റുകാരാണ്, എല്ലാവരും ഇങ്ങനെയുള്ളവരാണ്, എല്ലാവരും അനുകരിക്കുന്നവരാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടല്ലേ? And there will come a time when the fake will be understood and realized that it is fake. അവിടെ ആ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ പറയുന്ന സമൂഹം തന്നെ തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് തെറ്റാണെന്നും തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണെന്നും തിരിച്ചറിയുന്ന ഒരു സമയം വരുമെന്ന് നിങ്ങളോട് പറയട്ടെ. First, these magicians could imitate Moses' miracles.
ഇവിടെ നമുക്ക് കാണാം മോശ ചെയ്തതുപോലെ എല്ലാം ഈ പറയുന്ന മന്ത്രവാദികൾക്കും ചെയ്യാൻ സാധിച്ചു എന്ന് ആദ്യത്തിൽ കാണാം. But the time came when their human ability ended and God's ability is much more. Amen. എന്നാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മാനുഷിക ശക്തികളെല്ലാം തകർന്ന് ഇനി അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ദൈവം അവിടെ ഇടപെട്ടതായി നമുക്ക് കാണാം. Chapter 8 verse 19, Exodus 8 verse 19. അത് പുറപ്പാട് പുസ്തകം 8:19 ഇപ്രകാരം പറയുന്നു. The magicians now said to Pharaoh, "This is the finger of God." ഹല്ലേലൂയ. അപ്പോൾ അവിടെ 19 പറഞ്ഞു, മന്ത്രവാദികൾ ഫറവോനോട് ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറയുന്നു. Listen, we can't do this. ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധ്യമല്ല. So we have reached the end of our magic. ഞങ്ങളുടെ മാക്സിമം കഴിവിൽ ഞങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല. And this is not magic, this is God's power. ഇത് ഇപ്പോൾ ചെയ്തതുപോലെ മോശ ചെയ്യുന്നത് ഒരു മാജിക് അല്ല, മന്ത്രവാദമല്ല, ഇത് അവന്റെ പിന്നിൽ ദൈവമുണ്ടെന്ന് അവർ തന്നെ പറയുന്നു. So you must be encouraged that there will come a time when the fake cannot do what God cannot imitate God anymore. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹപ്പെടുത്തട്ടെ, നിങ്ങളുടെ മുമ്പിൽ എന്ത് തെറ്റായ കാര്യങ്ങളോ തെറ്റായ വ്യാഖ്യാനങ്ങളോ എന്ത് വന്നാലും നിങ്ങൾ ഭയപ്പെടല്ലേ, നിരാശപ്പെടല്ലേ. അതിന്റെ പിന്നിൽ സമയം വരും, അത് ശരിയാണെന്ന് ഏതാണോ ശരി അത് തെളിയിക്കുവാനുള്ള സമയം വരും. India has many fake idols, fake gods. India has many fake gods. ഇപ്പൊ നമുക്കറിയാം ഒത്തിരി തെറ്റായ ദേവന്മാരും ദേവതകളും ഉണ്ട്. Okay. And sometimes different priests have tried to pull tricks to seem that a miracle is taking place. Sometimes priests have tried to do tricks to make it seem like a genuine miracle is happening. ചില സമയത്ത് ചില പുരോഹിതന്മാർ തന്നെ അവരുടെ പല ട്രിക്കുകളും അവരുടെ പല സൂത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട് തങ്ങൾ ചെയ്യുന്നത് വലിയൊരു അത്ഭുതമാണെന്ന്, തങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കും. Sometimes they have tried to make their idol drink milk. ചില സമയത്ത് പല പുരോഹിതന്മാരും കാണിക്കുക വിഗ്രഹം പാല് കുടിക്കുന്നതായി കാണിക്കും. They put a hole in the idol mouth and then they poured milk there. Our idol is drinking milk. അവർ തന്നെ അതിനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് ആ വിഗ്രഹത്തിൽ ഒരു തുളയിട്ടുകൊണ്ട് ആ പാൽ അതിലൂടെ പോകുന്നുവെന്നും ആ പാൽ വിഗ്രഹമാണ് കുടിക്കുന്നതെന്നും തെറ്റിദ്ധരിപ്പിക്കും. Sometimes they try to make the idol speak. ചില സമയത്ത് പ്രതിമ സംസാരിക്കുന്നതായി അവർ കാണിക്കും. But the idol is very big. പക്ഷേ ആ വിഗ്രഹങ്ങൾ വളരെ വലുതാണ്. And it is hollow. അതിന് ഉള്ളിൽ തുളയുണ്ട്. Somebody climbs up inside. അതിന്റെ ഉള്ളിലൂടെ വേറൊരു വ്യക്തി അതിൽ പ്രവേശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ശബ്ദം മാറ്റിക്കൊണ്ട് നിങ്ങൾ പറയൂ എന്നൊക്കെ സംസാരിക്കും. And sometimes there have been Christians who pull tricks like this. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പല രീതികളിലും ഈ ജനങ്ങളുടെ മുമ്പിൽ അവർ തങ്ങളുടെ സൂത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. When my dad was in Bible school, when my father was in Bible school, എൻ്റെ പിതാവ് ബൈബിൾ സ്കൂളിലായിരുന്നപ്പോൾ there was one other student there. അവിടെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. And he was a very earnest person praying for God's guidance. അദ്ദേഹം ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ നേതൃത്വത്തിന് വേണ്ടി ദൈവത്തിന്റെ വഴികാട്ടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. This is 2 or 3 years before my father was in Bible school. ഇത് ഏകദേശം എൻ്റെ ഫാദർ അവിടെ ഉള്ളതിനേക്കാൾ 200 വർഷം മുമ്പുള്ള കാര്യം, 2 വർഷം മുന്നേയുള്ള കാര്യമാണ് പറയുന്നത്. But the same college. എന്നാൽ അതേ കോളേജിൽ And somebody pulled a trick on this guy. ആരോ ഒരു വ്യക്തി ഇദ്ദേഹത്തിനോട് ഇപ്രകാരം ഒരു സൂത്രം കാണിച്ചു. He's praying. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, God, when I leave Bible school, show me where you want me to minister. ദൈവത്തിനോട് പറയുന്നു, പിതാവേ ഞാൻ നിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്റെ ബൈബിൾ സ്കൂളുമായി ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. I want the voice from you. I'm fasting and praying. ഞാൻ ഇവിടെ അതിനുവേണ്ടി ഉപവസിക്കുന്നു, എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞ് ഫാസ്റ്റിംഗ് എടുത്തോടുകൂടി അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. So one other student, അദ്ദേഹത്തിനോട് കൂടെയുള്ള മറ്റൊരു വിദ്യാർത്ഥി, he got a long tube. അദ്ദേഹത്തിന് വലിയൊരു ട്യൂബ് കയ്യിൽ കിട്ടി, ഒരു വലിയ പൈപ്പ് കിട്ടി. And he put it outside the window of this room where the guy was praying. ആ വിദ്യാർത്ഥി പ്രാർത്ഥിക്കുന്ന റൂമിലേക്ക് ഈ പൈപ്പ് പുറത്തുനിന്ന് വിൻഡോയിലൂടെ അദ്ദേഹം ഇട്ടിരുന്നു. And he spoke through the pipe. അദ്ദേഹം ആ പൈപ്പിലൂടെ ഇപ്രകാരം സംസാരിച്ചു. Oh, brother David. ബ്രദർ ഡേവിഡ്. Okay. I have heard your prayer. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. And I want to give you your direction. ഞാൻ നിനക്ക് വഴി കാണിക്കാം.
and you are to go to this city. നിനക്ക് ഇപ്രകാരമുള്ള ഒരു സ്ഥലത്തേക്ക് നീ കടന്നു പോകണം. So this guy thought that he had genuinely heard from God. പക്ഷേ ഈ വിദ്യാർത്ഥി പാവം അദ്ദേഹം വിചാരിച്ചത് ദൈവം എന്നോട് ഇടപെട്ടു അല്ലെങ്കിൽ സംസാരിച്ചു എന്നാണ്. And he was getting ready to go there. അവിടെ മാത്രമല്ല അദ്ദേഹം അവിടേക്ക് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായി. The guy who pulled the joke, the prank on him. ആരാണോ അദ്ദേഹത്തിനെ കബളിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കളിപ്പിക്കുവാൻ വേണ്ടി ചെയ്തത്, He said, "Oh no, I did not think he was going to take seriously." അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്, നീ ഇത്ര സീരിയസ് ആയിട്ട് അത് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. I thought he would know that this is a prank, that this is a joke we are playing on him. ഞാൻ നിന്നോട് ഇത്രയും നീ ഏണസ്റ്റ്ലി അല്ലെങ്കിൽ വളരെ ആശ്ചര്യകരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്നെ ഒന്ന് വെറുതെ കളിപ്പിക്കാമെന്ന് വിചാരിച്ച് ചെയ്തതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും അല്ല എന്റെ ഉദ്ദേശം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. I need to tell him. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് പറയണം, Because otherwise he will go there thinking he is going by God's guidance and it's not. കാരണം ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ ശബ്ദമെന്ന് വിചാരിച്ച് ആ സ്ഥിതിയിലേക്ക് ഇദ്ദേഹം കടന്നു പോകും. So he went and told him. അതുകൊണ്ട് വേഗത്തിൽ പോയി ആ വ്യക്തി മറ്റൊരു വ്യക്തിയെ അറിയിച്ചു, He said, "I'm sorry, എന്നോട് ക്ഷമിക്കണം, that was me. അത് ഞാനായിരുന്നു സംസാരിച്ചത്, I did that." ഞാനത് ചെയ്തു. So then he was not happy at all. പക്ഷേ ഇത് കേട്ടതോടുകൂടി മറ്റേ വിദ്യാർത്ഥി, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിക്ക് സന്തോഷം തോന്നിയില്ല. He says, "You are trying to imitate God's voice and God's word." അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ പ്രാർത്ഥിച്ച വിദ്യാർത്ഥി പറഞ്ഞത്, നീ ദൈവത്തിനെയാണ് ഇപ്പോൾ അനുകരിച്ചത്, ദൈവത്തിന്റെ വാക്കുകൾ ദൈവം സംസാരിക്കുമെന്നൊരു അറിഞ്ഞുകൊണ്ട് നീ അത് എന്നെ കളിപ്പിച്ചതാണെന്ന് പറഞ്ഞു. You are fake. നീ തെറ്റാണ്. But you see, the reason there is a fake is because there is a real. കാരണം എന്തുകൊണ്ടാണ് അവന് തെറ്റായി ചെയ്യാൻ തോന്നിയത്? കാരണം അവനറിയാം സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവരെല്ലാം ആരാധിക്കുന്നത്, അതുകൊണ്ട് ഇപ്രായം സംസാരിച്ചാൽ ഇവൻ അതിൽ വീണു പോകും, അല്ലെങ്കിൽ ഞാൻ എന്റെ കളിപ്പിക്കൽ നടക്കുമെന്ന് വിചാരിച്ചാണ് അവൻ ചെയ്യുന്നത്. God does speak to people. കാരണം ദൈവം ജനങ്ങളോട് സംസാരിക്കുന്നവനാണ്. And if God never spoke to anybody, ദൈവം അതുവരെ ആരോടും സംസാരിച്ചിട്ടില്ലെങ്കിൽ then nobody would try to imitate it. ഒരിക്കലും അതുപോലെ അനുകരിക്കാൻ ആരും ശ്രമിക്കില്ല. So we must not be, we Pentecostals must not allow any imitations to discourage us from the real. ആമേൻ. അതുകൊണ്ട് നമ്മൾ പെന്തക്കോസ്തുകാർ ഒരിക്കലും നമ്മുടെ മുമ്പിൽ തെറ്റായ ഒരു കാര്യം വരുമ്പോൾ അതിൽ നിരാശപ്പെട്ട് അയ്യോ ഇത് തെറ്റായ കാര്യമെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം ഇവൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പിന്നിൽ വേറെ എന്തോ ശരിയുണ്ട്, ആ ശരിയെ നമ്മൾ തേടണം. And there may be, even on television, there may be televangelists. നമുക്കറിയാം ഇപ്പോൾ ടെലിവിഷനിലും ഇവാഞ്ചലിസ്റ്റുകൾ അങ്ങനെയും പേരിൽ അറിയപ്പെടുന്നുണ്ട്. Who pull all kinds of tricks. അവിടെ ഏത് സമയത്തും നിങ്ങളുടെ മുമ്പിൽ സൂത്രങ്ങൾ കാണിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നവരുണ്ട്. Or sometimes a miracle happens because of the person's faith in that evangelist. ചില സമയത്ത് അവിടെ മിറാക്കിൾ സംഭവിക്കുന്നുണ്ട്, അതൊരു പക്ഷേ ആ ഇരിക്കുന്ന ഇവാഞ്ചലിസ്റ്റിന്റെ മേലുള്ള വിശ്വാസം കൊണ്ടായിരിക്കണം. And that faith may not be rightly placed. എന്നാൽ ആ വിശ്വാസം ശരിയായ ദിശയിലല്ല അത് കൊടുത്തിരിക്കുന്നത്. And because if that person is living fake life, ആ പേഴ്സൺ അല്ലെങ്കിൽ ആ പ്രീച്ച് ചെയ്ത വ്യക്തി അദ്ദേഹം വിശ്വാസം വിട്ടുപോയാൽ, but you put your faith in God, അത് ആ വ്യക്തിക്ക് പ്രശ്നമാവും. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം ദൈവത്തിൽ മാത്രം വെക്കുക. and then if something goes bad, your faith still stands because your faith is in Jesus Christ. നിങ്ങൾ മനുഷ്യരിൽ ആശ്രയം വെക്കാതെ, മനുഷ്യരിൽ വിശ്വാസം വെക്കാതെ യേശുവിൽ മാത്രം വിശ്വാസം വെക്കുക. കാരണം മനുഷ്യരെല്ലാം ഒരുപക്ഷെ വീണു പോയേക്കാം, എന്നാൽ യേശുവിൽ വിശ്വാസം ഒരിക്കലും നമുക്ക് ലജ്ജ തരില്ലെന്ന് ദൈവവചനം പറയുന്നു. When I was in Bible school, ഞാൻ ബൈബിൾ സ്കൂളിലായിരുന്നപ്പോൾ the first semester was over. ആദ്യത്തെ സെമസ്റ്റർ കഴിഞ്ഞു. Then we had exams. അതിനുശേഷം പരീക്ഷയുണ്ടായിരുന്നു. We had our assignments that we had to give. ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒത്തിരി അസൈൻമെന്റ്സ് ഉണ്ടായിരുന്നു. And there was one professor there who was really good, really skilled teacher. അവിടെ വളരെ നല്ല പ്രാഗൽഭ്യമുള്ള ഒരു പ്രീച്ചർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സർ ഉണ്ടായിരുന്നു. I was 18 years old and I would come home excited and talk to my grandpa. I said, "Oh, this is what this teacher said today." അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഏകദേശം 80 വയസ്സോളം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഗ്രാൻഡ്പയോട് ഞാൻ പറഞ്ഞു, വളരെ നല്ലൊരു വ്യക്തിയാണ്, വളരെ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ്. Then that end of the semester we had our assignments and we take the exam for the class, final exam. ഞങ്ങളുടെ അവസാന പരീക്ഷയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ ഈ അസൈൻമെന്റ് എല്ലാം ചെയ്തത് അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് ഞങ്ങൾ തയ്യാറെടുക്കുന്ന സമയം This teacher, he seemed to be under some stress at the time.
ഈ ഞാൻ പറഞ്ഞ ഈ വ്യക്തിക്ക് ആ സമയത്ത് ചില വിഷമഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചില സ്ട്രെസ്സിലൂടെയായിരുന്നു അദ്ദേഹം കടന്നുപോയത്. But I thought it's understandable. He has all these assignments, all these exams. He's under some stress. എനിക്ക് മനസ്സിലായി, കാരണം ഇത്രത്തോളം അസൈൻമെന്റുകൾ അദ്ദേഹം ഞങ്ങൾക്ക് തരണം, ഇത്രത്തോളം പരീക്ഷകൾ നടത്തണം, അപ്പോൾ അതിൽ ഒരുപാട് ഭാരമുണ്ട് അദ്ദേഹത്തിനെന്ന് എനിക്ക് മനസ്സിലായി. So I said, I greeted him, and then I walked out from the class. I greeted him and said, and then I walked out from the class. ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് പുറത്തുപോയി. That's the last time I saw him. ഞാൻ ആ ഒരു സെമസ്റ്ററിലാണ് അവസാനമായി അദ്ദേഹത്തിനെ കണ്ടത്. We had the 3-day weekend. ഞങ്ങൾക്ക് ഏകദേശം 3 ആഴ്ചകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. And then the next semester began, and we were to start our new classes. ആ 3 ദിവസത്തിന് ശേഷം പുതിയൊരു ക്ലാസ്സിലേക്ക്, പുതിയൊരു സെഷനിലേക്ക് ഞങ്ങൾ കടന്നു. When it was to begin again, ഞങ്ങൾ വീണ്ടും കടന്നു വന്നപ്പോൾ that teacher was not to be found. എന്നാൽ ഞാൻ പറഞ്ഞ ആ വ്യക്തി മാത്രം ആ ടീച്ചർ ഗണങ്ങളിൽ ഉണ്ടായിരുന്നില്ല. Nobody knew where he had gone. ആർക്കും അറിയില്ല അദ്ദേഹം എവിടെയാ പോയതെന്ന്. And finally they went to the police and they gave missing person report. എന്നാൽ അവസാനം എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. And so the police were searching the whole country for him. ആ ദേശത്തെല്ലാം പോലീസിൽ പരാതിപ്പെട്ടുകൊണ്ട് പോലീസുകാർ അദ്ദേഹത്തെ എല്ലാ സ്ഥലത്തും തെരഞ്ഞു. A few days later they found him in another state. ഒരു അല്പ ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു സ്റ്റേറ്റിൽ അദ്ദേഹത്തിനെ കണ്ടു. And he was running around with a young lady. Okay. അവിടെ വേറൊരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയുമായി അദ്ദേഹം ഓടിപ്പോയി, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നത് പലരും കണ്ടെത്തി. He had abandoned his wife. അദ്ദേഹം സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച്. And big shock. അത് ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഷോക്കായിരുന്നു. And now that was 4 years later. ഏകദേശം 4 വർഷത്തിന് ശേഷം I came to India with my grandpa. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറുമായി ഇന്ത്യയിലേക്ക് വന്നു. And we were teaching in Adur. ഞങ്ങൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ traveling in Madhya Pradesh. ഞങ്ങൾ മധ്യപ്രദേശിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And somewhere in that journey, ആ യാത്രക്കിടയിൽ my grandpa said to me, എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് ഇപ്രകാരം പറഞ്ഞു. He said, "Do you remember when that teacher abandoned and left his wife and ran away?" നിനക്ക് ഓർമ്മയുണ്ടോ, നീ പറഞ്ഞ ടീച്ചർ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് ഓടിപ്പോയ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? I said, "Yeah, I remember." ഞാൻ പറഞ്ഞു, യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. And my grandpa said, he said to me, "I was worried about you." ഞാൻ നിന്നെ കുറിച്ചാണ് എനിക്ക് ഭയങ്കര കൺസേൺ ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കുറിച്ച് ഭയങ്കര എനിക്ക് വിഷമമുണ്ട്. I said, "Why?" ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് എന്നെ കുറിച്ച്? He said, "I didn't know what effect that would have on you." അത് പറഞ്ഞു, അതിന്റെ എന്ത് പ്രത്യാഘാതമാണ് ഞങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്നത്. I was very puzzled. ഞാൻ അത് കേട്ടിട്ട് ഭയങ്കര വിഷമമായി, അല്ലെങ്കിൽ ഞാൻ ആശ്ചര്യപ്പെട്ടു, എന്താണ് ഇങ്ങനെ പറയുന്നത്? Why should it have effect on me? ഞാൻ ആ ക്രീച്ചർ അങ്ങനെ ചെയ്തുകൊണ്ട് അതെന്തിനാ എന്റെ മേലെ എഫക്റ്റ് ആവണം? So then I replied to my grandpa. അപ്പോൾ അതിനെ ഉത്തരമായി ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് ഇപ്രകാരം പറഞ്ഞു. I said, "That man did not die on the cross for my sin." ഞാൻ തിരിച്ചുത്തരം പറഞ്ഞത്, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം എൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ടില്ല. I was not baptized in his name. ഞാൻ സ്നാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ പേരിലുമല്ല. I did not receive his spirit. I received the spirit of Jesus Christ. ഞാൻ അദ്ദേഹത്തിന്റെ ആത്മാവിനെ അല്ല സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ സ്വീകരിച്ച ആത്മാവ് കർത്താവായ യേശുവിന്റേതാണ്. My whole faith is based on Jesus Christ. It's not based on this one professor. എൻ്റെ പ്രത്യാശയാകട്ടെ, എൻ്റെ വിശ്വാസമാകട്ടെ, അത് നിലനിൽക്കുന്നത് യേശുവിലാണ്, അല്ലാതെ ആ പ്രൊഫസറിലല്ല. If he backslides, അദ്ദേഹം പിന്തിരിഞ്ഞു പോയെങ്കിൽ that is no reason for me to backslide. എനിക്ക് അതുകൊണ്ട് ഞാനും പിന്തിരിഞ്ഞു പോകാമെന്നൊരു അർത്ഥമാനില്ല. Jesus didn't backslide. കാരണം യേശു ഇതുവരെ പിന്തിരിഞ്ഞു പോയിട്ടില്ല. Okay. So my faith is based on Jesus Christ. കാരണം എൻ്റെ വിശ്വാസത്തിന്റെ അധികാരികത എന്ന് കിടക്കുന്നത്, അതിന്റെ അടിസ്ഥാനം എന്ന് കിടക്കുന്നത് കർത്താവായ യേശുവിലാകുന്നു. If somebody else is a fake Christian, there's no reason for me to be a fake Christian. ആരെങ്കിലും കർത്താവിൽ തെറ്റായി നടക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൽ തെറ്റായിട്ടാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നെങ്കിൽ, അതൊന്നും എന്നെ യേശുന്ന കാര്യമല്ല, എന്റെ മേൽ ഫലിക്കുന്ന കാര്യമല്ല. So don't let that take you off the right track. നിങ്ങളെ ശരിയായി പോകുന്നതിൽ നിന്നും ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. Your Savior is Jesus Christ. കാരണം നിങ്ങളുടെ രക്ഷകൻ കർത്താവായ യേശുവാകുന്നു. Jesus is the same today,
yesterday, forever. യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നേക്കും അവൻ അനന്യൻ തന്നെ. Jesus never fails you. കാരണം ദൈവം നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടാൻ സമ്മതിക്കില്ല. Jesus never lies to you. കാരണം ദൈവം നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുന്നില്ല. Jesus never cheats you. കാരണം ദൈവം നിങ്ങളെ ഒരു നാളും വഞ്ചിക്കുന്നില്ല. Jesus is totally dependable. യേശുവിന് മറ്റൊരാളെ വേണ്ട. അവൻ അവനിൽ തന്നെ പൂർണ്ണമായി നിലനിൽക്കുവാൻ കഴിയുന്നവനാണ്. And that's because Jesus is God in human form. കാരണം നമുക്കറിയാം അവൻ മനുഷ്യരൂപത്തിൽ വന്ന ദൈവമാണ്. That's how we know that God is totally dependable. The Creator is totally dependable. കാരണം നമുക്കറിയാം അതുകൊണ്ട് ദൈവത്തിനും അതുപോലെ ആവശ്യങ്ങളുണ്ട്. അതായത് അവനും ഒരു മനുഷ്യരൂപത്തിൽ അവന് ആവശ്യമുണ്ടെന്ന് അതിലൂടെ നമ്മൾ അറിയുന്നു. So we read the Gospels, we see the behavior of Jesus on earth. നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോഴെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നു. അവന്റെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ അറിയുന്നു. That is what God is like. അതത്രേ ദൈവം അവൽ കിടക്കുന്നു എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്വഭാവം അവനിലുണ്ടെന്ന് നമ്മൾക്ക് അറിയുന്നത്. So how do you keep yourself from being misled by fakes? അതുകൊണ്ട് വിശ്വാസത്തിൽ എങ്ങനെ ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് എങ്ങനെ നമുക്കറിയാം? If you have, this is a 200 rupee note. നമുക്കറിയാം ഇത് 200 രൂപയുടെ ഒരു നോട്ടാണ് ഞാൻ എടുക്കുന്നത്. Now I don't know in India, but I know in the USA. എനിക്ക് ഇന്ത്യയെ കുറിച്ച് അറിയില്ല, പക്ഷേ യുഎസിൽ എനിക്കറിയാം. The way they train the bank clerks. അവിടെ ബാങ്കിനെ അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, they train them what real money is like. എന്താണ് ശരിയായ പണം എന്ന് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. There are so many different kinds of fake. അവിടെ തെറ്റായ രീതിയിലുള്ള പല കാര്യങ്ങളുമുണ്ട്. They cannot teach the clerk all the different kinds of fake. You can't do that. അതുകൊണ്ട് ബാങ്കുകൾക്ക് തെറ്റായത് എന്തെന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ സാധ്യമല്ല. There's too many different kinds of fake. കാരണം വ്യത്യസ്ത രീതിയിലുള്ള വഞ്ചകർ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ കള്ളത്തരം കാണിക്കുന്നവരുണ്ട്. So how we will train the clerk? പക്ഷേ അപ്പോൾ എങ്ങനെ ബാങ്കിനെ പഠിപ്പിക്കാൻ പറ്റും? We train them in what the real money is like. അവരെ പഠിപ്പിക്കാൻ കഴിയുന്ന ഏക കാര്യം സത്യം എന്തോ ഒറിജിനൽ എന്തോ അത് മാത്രം അവരെ ആദ്യം പഠിപ്പിക്കുക. They must recognize the characteristic of real money. ശരിയായ പണത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് ആദ്യം ബാങ്കിലെ ഉദ്യോഗസ്ഥരെ അവർ പഠിപ്പിക്കുന്നു. And then if what they see is not having the characteristic of the real money, അവിടെ കാണുന്ന ആ വാട്ടർ സ്റ്റീലിന് അവർ പറയുന്ന തരത്തിലുള്ള സ്വഭാവ സവിശേഷതയല്ല ആ പണത്തിൽ കാണുന്നതെങ്കിൽ, then they will say this is not real. അപ്പോഴാണ് അവർ പറയുന്നത് അല്ല ഇത് റിയൽ അല്ലെന്ന് അപ്പോഴാണ് അവർക്ക് തിരിച്ചറിയുന്നത്. ये पक्का पैसा नहीं है, ये पक्का पैसा नहीं है. ഇത് ശരിയായ പൈസ അല്ലെന്ന് അവർ പറയുന്നു. So we must, the Joshua chapter 1 verse 8. അതിന്റെ യോശുവയുടെ പുസ്തകം 1:8 ഇപ്രകാരം പറയുന്നു, This book of the law must not depart out of your mouth. ഈ എഴുതിയിരിക്കുന്ന ഒരു വാക്കുകളും ഒരു വചനങ്ങളും നിങ്ങളുടെ വായിൽ നിന്ന് നീങ്ങി പോകരുതെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. But you meditate on it day and night. അത് രാപ്പകൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആ വചനങ്ങളെ ധ്യാനിക്കുക എന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. So that you will do everything in it. ആമേൻ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തെറ്റായത് എന്ത് മുന്നിൽ വന്നാലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വചനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ. Then you will be prosperous and successful. അങ്ങനെ നിങ്ങൾ ഐശ്വര്യവും സമാധാനവും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും പ്രാപിക്കുമെന്ന് ദൈവവചനം പറയുന്നു. That's the real. അതത്രേ സത്യം. Okay? And anything that is deviating from that is fake. ആ വചനങ്ങളിൽ നിന്ന് തെറ്റായി ഇടത്തോട്ടോ വലത്തോട്ടോ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് തെറ്റെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. So you become so familiar with the real. അതുകൊണ്ട് നിങ്ങൾ ഈ ശരിയായതിൽ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടെങ്കിൽ that when something is fake you say that's not real because real is like this. കാരണം നിങ്ങളുടെ മുമ്പിൽ പിന്നെ തെറ്റായത് എന്ത് വന്നാലും നിങ്ങൾ തന്നെ പറയും അല്ല 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 ഇപ്പോൾ ഞങ്ങൾക്കറിയാം ശരിയായത് എന്തെന്നും തെറ്റായത് എന്തെന്നും ഞങ്ങൾക്കറിയാം. Okay. There was one famous TV preacher in America. അമേരിക്കയിൽ വളരെ പ്രശസ്തമായ ടിവിയിൽ പ്രീച്ച് ചെയ്യുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ ഒരാളുണ്ട്. He tries to preach a message which will tickle the ears of the. അത് അവിടെ കർണരസമായ അല്ലെങ്കിൽ കാതിന് രസകരമായ പല വചനങ്ങളും എടുത്ത് ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. So he says
God will only ask you. God will never make you do anything. ദൈവം വെറുതെ നിങ്ങളോട് ചോദിക്കുന്നേ ഉള്ളൂ, പക്ഷെ ദൈവം നിങ്ങൾ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നെല്ലാം അവരോട് പറയുന്നു. And if you said that to Jonah, എന്നാൽ യോനയോടാണ് ഇയാൾ ഇത് പഠിപ്പിക്കാൻ പോയാൽ Jonah would say, "What? യോന പറയും, എന്താ നീ പറഞ്ഞത്? ചെയ്യണ്ടാന്നോ? ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ടാന്നോ? I tried to run away from God." ഞാൻ ദൈവത്തിൽ നിന്ന് ഇപ്പൊ ചെയ്യാൻ പറഞ്ഞോളാം ഞാൻ ഇപ്പൊ ഓടിപ്പോണ്ടി വന്നത്. And God sent a storm. കാരണം ഞാൻ ഓടിപ്പോയപ്പോൾ ദൈവം അവിടെ തിരമാല അടിച്ച് അല്ലെങ്കിൽ കൊടുങ്കാറ്റടിച്ച് എന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. And I said to the sailors, "It's my fault." ഞാൻ എന്നിട്ട് അപ്പോൾ ദൈവത്തോട് പറഞ്ഞാണ്, ഇത് എന്റെ തെറ്റാണ് കർത്താവേ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. So they threw me into the sea. അത് അവിടെ നിന്ന് ഏകദേശം എന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു, കടലിലേക്ക് എറിഞ്ഞു. A big fish swallowed me. അതിനുശേഷം വലിയൊരു മീൻ എന്നെ ഭക്ഷിച്ചു. I was in there for 3 days. ആ മീനിന്റെ ഉള്ളിൽ ഞാൻ ഏകദേശം 3 ദിവസം ഞാൻ കടന്നവനാണ്. Only then I finally prayed, "Okay, God, right, I will do what you say." എന്നിട്ടാണ് ഞാൻ ദൈവത്തോട് എന്നെ തന്നെ സമർപ്പിച്ചു പറഞ്ഞത്, എനിക്ക് മനസ്സിലായി നീ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന്, ഞാൻ നീ പറയുന്നത് തന്നെ ഞാൻ ചെയ്തോളാം എന്ന് അവരോട് ഞാൻ ഏറ്റു പറഞ്ഞു. So if you say God never makes anybody do anything, that is not true. അപ്പോൾ യോന തിരിച്ചു പറയും, നീ ഇപ്പോൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടെന്നാണോ? എന്നാൽ നീ തെറ്റാണ്, കാരണം ദൈവം പറയുന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുവാൻ. As Jonah can tell you. അങ്ങനെ യോനയ്ക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. Paul said, പൗലോസിന് പറയാം, he says, "Woe is me. That means great trouble on me if I do not preach the gospel of Christ." ഞാൻ ദൈവവചനം പറയുന്നെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നാണ് പൗലോസ് പറയുന്നത്. He said, "I must preach the gospel of Christ." കാരണം ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അത് തെറ്റാണെന്ന് പൗലോസും പറയുന്നു. He said, "My choice is not to preach. My choice is that I do so without charge." ഹല്ലേലൂയ. എന്റെ ഒരു ചോയ്സ് ആയിട്ടല്ല ഞാനത് പറയുന്നത്, എനിക്ക് ചോയ്സ് ഇല്ല, അവിടെ ദൈവവചനം എന്റെ മേൽ കിടക്കുന്നതുകൊണ്ട് അത് എന്റെ നിർബന്ധമാണെന്നാണ് ദൈവവചനം പറയുന്നത്. So that was what Paul said. അതത്രേ പൗലോസ് പറയുന്നത്. And he said, he said, "I am not making a choice to preach. God has ordered me to preach." അത് ദൈവവചനം പറയുന്നു, ഞാൻ എന്റെ ഒരു ഇഷ്ടത്തും കൊണ്ട് ഞാൻ ദൈവവചനം നിങ്ങളോട് പ്രസംഗിക്കുന്നതല്ല, സുവിശേഷം നിങ്ങൾ അറിയിക്കുന്നതല്ല, എന്റെ മേൽ കിടക്കുന്ന നിർബന്ധം അതത്രേ ഞാൻ ഇന്ന് നിങ്ങളെ അറിയിക്കുന്നത്. Paul was on the way to kill Christians. കാരണം അറിയാം, പൗലോസ് ക്രിസ്ത്യാനികളെ കൊല്ലുന്ന വഴിയിൽ അവിടെയായിരുന്നു അവൻ നടക്കുന്നത്. God stopped him. അവിടെ വെച്ച് ദൈവം അവനെ തടയുന്നു, Struck him blind. അവനെ അന്ധനാക്കുന്നു. Okay, so you have these people who say false things which do not match the word of God. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വചനത്തിൽ പറയുന്നതല്ലാതെ പറയുന്ന ഇഷ്ടം പോലെ പേരെ കാണാം. Now, sometimes people make a genuine mistake. Their heart is good, but they made a mistake. എന്നാൽ ചില സമയത്ത് വചനം എല്ലാം അറിയുന്നവരെങ്കിലും വചനം നന്നായി അറിഞ്ഞാലും ചിലർക്ക് തെറ്റുകൾ പറ്റാറുണ്ട്. അവരുടെ ഹൃദയത്തിൽ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ അവർ ഇങ്ങനെ വഞ്ചനയിൽ പെടുന്ന ആളുകളുണ്ട്. When my mother was in high school, എന്റെ മാതാവ് ഹൈസ്കൂളിലായിരുന്നപ്പോൾ there was message in tongues and interpretation in her church. അവരുടെ അന്ന് അറ്റൻഡ് ചെയ്തിരിക്കുന്ന സഭയിൽ അവിടെ അന്യഭാഷ ഉണ്ടായിരുന്നു, അന്യഭാഷയുടെ വ്യാഖ്യാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. Interpretation came. അവിടെ അന്യഭാഷയുടെ വ്യാഖ്യാനം വന്നു. Thus says the Lord. ഇങ്ങനെ പറഞ്ഞത് കർത്താവായ യേശു ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, I love you. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, I died on the cross for you. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, My body was broken for you. എന്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു, My bones were broken for you. എന്റെ എല്ലുകൾ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു. Continued. തുടരട്ടെ. When it stopped, അത് നിർത്തിയപ്പോൾ there was some silence in the church. അവിടെ ആ സഭയുടെ ഇടയിൽ വളരെ നിശബ്ദത ഉണ്ടായി. And then they went on with the service. അവിടെ അതിനുശേഷം ശുശ്രൂഷയ്ക്ക് കടന്നുപോയി. After church, ചർച്ചിന് ശേഷം the young people were standing around together. അവിടെ ചെറുപ്പക്കാരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു. And one young lady who was a visitor, അവിടെ കടന്നു വന്ന ഒരു സന്ദർശികയായ അധികം പ്രായമില്ലാത്ത ഒരു പെൺകുട്ടി, she said, അവൾ പറഞ്ഞു, "What's wrong with this church? എന്താണ് ഈ സഭയ്ക്ക് പ്രശ്നം? We had message in tongues and interpretation. ഞങ്ങൾക്ക് അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. In my church and my home place, എന്റെ സ്ഥലത്തും ഞാൻ വന്നിരിക്കുന്ന ദേശത്തും അപ്രകാരമുണ്ട്. if that happened in our church, അത് if this happened in our church, ഇത് ഇപ്രകാരമാണ് ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞതെങ്കിൽ everybody would be jumping and shouting hallelujah." ഇപ്രകാരം അവിടെ നിശബ്ദതയല്ലേ ഉണ്ടാവുക, ഇത് കേട്ടുകൊണ്ട് എല്ലാവരും കയ്യടിക്കും, ചാടിക്കളിക്കും, തുള്ളിക്കളിക്കും. So what's wrong with this church? പക്ഷേ ഈ ചർച്ചിന് എന്താ പറ്റിയത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും നല്ലൊരു വ്യാഖ്യാനം കൊടുത്തിട്ട് പോലും ഇവർ മിണ്ടാതിരിക്കുന്നത് എന്താ? So my mother, who was a high school student at that time, എന്റെ മാതാവ് ആ സമയത്ത് ആ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈസ്കൂൾ സ്റ്റുഡന്റ് മാത്രമായിരുന്നു. she said, "Maybe the people in this church know the Bible."
തിരിച്ചു ഉത്തരം പറഞ്ഞത്, ഞങ്ങൾ തുള്ളിക്കളിക്കാത്തത്, ഞങ്ങൾ അത് കേട്ട് കൈയടിക്കാഞ്ഞത് ഒറ്റ കാരണമേ ഉള്ളൂ, ഞങ്ങൾക്ക് ബൈബിൾ നന്നായി അറിയാം. Because the scripture says his bones were not broken. കാരണം ദൈവവചനം പറയുന്നു അവന്റെ ഒരു അസ്ഥി പോലും ഒടിഞ്ഞില്ല എന്നാണ് ദൈവവചനം ഞങ്ങളെ പഠിപ്പിച്ചത്. So you see, the person who gave the interpretation, കൊടുത്ത വ്യാഖ്യാനം കൊടുത്ത വ്യക്തി, this was a good person who loves God. അദ്ദേഹം തെറ്റായ ഒരു വ്യക്തിയല്ല, ദൈവത്തെ സ്നേഹിക്കുന്ന നല്ല ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു വ്യാഖ്യാനിച്ചത്. The first part of the interpretation was correct. അദ്ദേഹം പറഞ്ഞു വന്നിരുന്ന വ്യാഖ്യാനവും വളരെ ശരിയായിരുന്നു. God does love us. ദൈവം നമ്മളെ He സ്നേഹിക്കുന്നു. did die on the cross. അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി His മരിച്ചു. body was broken for us. അവന്റെ ശരീരം നമുക്ക് വേണ്ടി That's തകർക്കപ്പെട്ടു. all true. അതുവരെയ്ക്കുള്ള കാര്യങ്ങൾ ശരി. But that last statement, my bones were broken, that's not true. എന്റെ എല്ലുകൾ അല്ലെങ്കിൽ അസ്ഥികൾ നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് തെറ്റാണ്. The person made a simple mistake. ആ വ്യക്തിക്ക് ഒരു പക്ഷെ തെറ്റ് സംഭവിച്ചതായിരിക്കാം. In the Bible, Paul told the Thessalonian church, എന്നാൽ ഈ ദൈവവചന പ്രകാരം പൗലോസ് തെസ്സലോനിക്കയിലായിരിക്കുന്ന തന്റെ വിശ്വാസികൾക്ക് പ്രകാരം പറയുന്നു, test everything. എല്ലാം നിങ്ങൾ പരിശോധിക്കുക. And he told the Corinthian church same thing. അത് തന്നെ കൊരിന്ത്യർ ലേഖനത്തിലും അദ്ദേഹം പറയുന്നു, നിങ്ങൾ ആദ്യം പരിശോധിക്കും. We are supposed to test everything. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പരിശോധിക്കുന്നവരാകട്ടെ. And see what is correct. അത് നല്ലത് ഏതാണ്? And hold on to the good. അതിൽ നല്ലതിൽ മുറുകെ പിടിക്കട്ടെ. And push aside the evil. തെറ്റായി പറഞ്ഞതെല്ലാം നിങ്ങൾ തള്ളിക്കളയോ. So how do you test it? എങ്ങനെയാണ് പിന്നെ പരിശോധിക്കുക? Because you are familiar with the word of God. നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ അതിന്റെ സത്യമായത് നിങ്ങളുടെ കയ്യിൽ വേണം. എന്താണോ നിങ്ങൾക്ക് ബൈബിൾ അറിയുന്നത് അതിനെ പരിശോധിക്കാൻ If പറ്റും. somebody says something wrong, ആരെങ്കിലും തെറ്റ് പഠിപ്പിച്ചാൽ you recognize that it is wrong because you know the word of God. കാരണം നമുക്ക് തിരിച്ചറിയുന്നത് ഈ വചനങ്ങളിൽ അതില്ല, ഈ വചനത്തിൽ നിന്ന് എതിരായി പറയുന്നത് എന്തും തെറ്റാണ്. That's how you keep your church on solid ground. അങ്ങനെയത്രേ നിങ്ങൾ നിങ്ങളുടെ സഭയെ അത് നല്ലൊരു അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നത്. Solidly on the Bible. അത് അതിന്റെ അടിസ്ഥാനം ദൈവവചനമാകുന്ന ബൈബിൾ ആകട്ടെ. And when somebody on purpose or accidentally gives a false statement, you are not misled because you know the word of God. കാരണം ആരെങ്കിലും അവർ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ തെറ്റ് പഠിപ്പിച്ചാൽ നിങ്ങൾ ഒരിക്കലും വീണു പോകില്ല, പിന്തിരിഞ്ഞു പോകില്ല. കാരണം സത്യം എന്തെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞവരാണ്. Okay? That will keep you strong. അതത്രേ നിങ്ങളെ ശക്തരാക്കുന്നത്. God bless you all. ദൈവം നിങ്ങളെ അധികമായി അനുഗ്രഹിക്കട്ടെ.